ദൈവനാമത്തിന് മഹത്വം കരയേറ്റുന്നു. രാത്രികാലം പിന്നെ ദൈവത്തിന്റെ വചനം ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. നമ്മൾ ഗലാത്യ ലേഖനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ലേഖനത്തെ മൂന്നായിട്ട് വിഭാഗിച്ച് പഠിക്കുന്നു. അതിന്റെ 1-2 അധ്യായങ്ങൾ. ഒന്നാം ഭാഗം വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങൾ. രണ്ടാം ഭാഗം അതിന്റെ 3-4 അധ്യായങ്ങൾ ഉപദേശപരമായ വിഷയങ്ങൾ. മൂന്നാമത്തെ ഭാഗം അതിന്റെ 5-6 അധ്യായങ്ങൾ ജീവിതപരമായ വിഷയങ്ങൾ. ഒന്നാമത്തെ ഭാഗത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ അധ്യായത്തിൽ നിന്ന് ഈ ഒന്നാമത്തെ അധ്യായത്തെ നമ്മൾ 4ആയിട്ട് വിഭാഗിച്ച് പഠിക്കുന്നു. അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ മുഖവുരയായിട്ട് അപ്പോസ്തലനായ പൗലോസ് വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ 6-7 വാക്യങ്ങൾ വ്യക്തിപരമായ നിലയുടെ സാധുത്വം. മൂന്നാം ഭാഗം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസിന്റെ സുവിശേഷം. ഇത്രയും ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ ചിന്തിക്കുവാൻ കൊണ്ടും ഇടയായല്ലോ. ഈ അധ്യായത്തിന്റെ 4-ാമത്തെ ഭാഗം 11 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ സുവിശേഷത്തിന്റെ ദൈവിക ഉത്ഭവം. ഈ വിഷയമാണ് ഈ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ രാത്രികാലം നമ്മൾ ചിന്തിക്കുന്നത് അതിന്റെ 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. ഗലേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 11 to 17. വേഴ്സ് 11. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. വെറും 6 അധ്യായങ്ങളുള്ള ഈ ലേഖനത്തില് 9 പ്രാവശ്യം അപ്പോസ്തലനായ പൗലോസ് ഗലാത്യരെ സഹോദരന്മാരെന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. അതിന്റെ 1-ാം അധ്യായം 11-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. സഹോദരന്മാരെ, ഞാൻ മതി. 3-ാം അധ്യായം 15-ാം വാക്യം. സഹോദരന്മാരെ, ഞാൻ മനുഷ്യരുടെ ഇടയിൽ നടപ്പുള്ള ഒരു ദൃഷ്ടാന്തം പറയാം. സ്തോത്രം. 4-ാം അധ്യായം 12-ാം വാക്യം. സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ പോലെ ആകിയാൽ നിങ്ങളും എന്നെ പോലെ ആകുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. സ്തോത്രം. 24-ാം അധ്യായം 28-ാമത്തെ വാക്യം. നാമോ സഹോദരന്മാരെ ഇസാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. അതിന്റെ 31-ാമത്തെ വാക്യം. അങ്ങനെ സഹോദരന്മാരെ, നാം ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രയുടെ മക്കളത്രേ. 5-ാം അധ്യായം 11-ാം വാക്യം. ഞാനോ സഹോദരന്മാരെ ഇപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുന്നു എന്ന് വരികിൽ ഇനിയും ഉപദ്രവം സഹിക്കുന്നത് എന്ത്? സ്തോത്രം. 13-ാം വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. 6-ാം അധ്യായം. മതി. 6-ാം അധ്യായം 1-ാം വാക്യം. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവേൻ. 18-ാമത്തെ വാക്യം, ഏറ്റവും അവസാനത്തെ വാക്യവും. സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോട് കൂടെ ഇരിക്കുമാറാകട്ടെ. സ്തോത്രം. ഈ വെറും 6 അധ്യായങ്ങൾ മാത്രമുള്ള ഈ ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് 9 പ്രാവശ്യം ഗലാത്യരെ സഹോദരന്മാരെ എന്ന് സംബോധന ചെയ്യുന്നുണ്ട്. 4-ാം അധ്യായം 19-ാം വാക്യം എന്ന് വായിച്ചാട്ട്. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ, ഇന്ന് നിങ്ങളുടെ അടുക്കൽ ഇരുന്ന് എന്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ നിങ്ങളെ കുറിച്ച് മതി. അവിടെ എന്റെ കുഞ്ഞുങ്ങളെ എന്നാ സംബോധന ചെയ്യുന്നത്. ഇനി 3-ാം അധ്യായം 1-ാമത്തെ വാക്യം കൂടി വായിച്ചാട്ട്. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മായ്ക്കിയത് ആർ? അവിടെ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് സംബോധന ചെയ്യുന്നുണ്ട്. ഇവിടെയെല്ലാം ഈ സംബോധന കൊണ്ട്
സുപ്രധാനമായ ഒരു കാര്യം അപ്പോസ്തലനായ പൗലോസ് പിന്നീട് അവതരിപ്പിക്കുക ചെയ്യുന്നത്. സഹോദരന്മാരെ, എന്റെ കുഞ്ഞുങ്ങളെ, അതുപോലെ തന്നെ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്നൊക്കെ വിളിച്ചിട്ട് പിന്നീട് പറയുന്ന കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് തന്റെ സഹോദരന്മാരോട് എന്ന പോലെ അവരോട് പറയുന്നത്. ഇവിടെ നാം വായിക്കുന്നു, സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അതായത് സ്വഭാവത്തിലോ അധികാരത്തിലോ ഞാൻ അറിയിച്ച സുവിശേഷം മനുഷ്യരിൽ നിന്നുള്ളതല്ല, മനുഷ്യൻ കണ്ടുപിടിച്ചതല്ല, മനുഷ്യരിൽ നിന്ന് ഞാൻ പ്രാപിച്ചതുമല്ല. ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം എന്നെടുത്താട്ടെ, 16-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് മാത്യു, ചാപ്റ്റർ 16 വേഴ്സ് 17. യേശു അവനോട്, ബർയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. സ്തോത്രം. യേശു പത്രോസിനോട് പറയുകയാണ്, ബർയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. അതായത് യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ യേശുവിന്റെ വാക്കുകളാ. അതായത് പത്രോസിന് ലഭിച്ച വെളിപ്പാട് മനുഷ്യമല്ല, അത് സ്വർഗത്തിലെ പിതാവ് അവന് വെളിപ്പെടുത്തിയതാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിനും പത്രോസിനുമൊക്കെ ലഭിച്ച വെളിപ്പാട് അത് മാനുഷികമായിട്ട് ലഭിച്ച വെളിപ്പാടല്ല, അത് സ്വർഗത്തിലെ ദൈവം അവർക്ക് വെളിപ്പെടുത്തിയതാണ്. ഈ അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ആ വെളിപ്പാട് അവന് ലഭിക്കാൻ തുടങ്ങി. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നു. അതേ തുടർന്ന് ഈ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന അതിന്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, ഈ അധ്യായത്തിൽ 1-ാം അധ്യായത്തിൽ വായിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് അറേബ്യയിൽ കഴിക്കുന്ന ആ 3 വർഷം ആ വെളിപ്പാടുകൾ തുടർന്ന് അവന് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചിട്ട് 15 മുതൽ 18 വരെ. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാർ അവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. 18-ാം വാക്യം കൂടി. 3 ആണ്ട് കഴിഞ്ഞിട്ട് കേഫാവുമായി മുഖപരിചയമാകേണ്ടതിന് യെരുശലേമിലേക്ക് പോയി 15 ദിവസം അവനോട് കൂടെ പാർത്തു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് അവന് ലഭിച്ച ആ വെളിപ്പാട് തുടർന്ന് താൻ അറേബ്യയിൽ കഴിച്ച 3 വർഷക്കാലം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. നാം ഫോളോ ചെയ്യുന്ന ക്രിസ്ത്യാനിത്വം അതൊരു മതമല്ല. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തെ കുറിച്ചുള്ള ഒരുവന്റെ വെളിപ്പാടാണ്. ആ വെളിപ്പാട് പ്രാപിച്ചവനാണ് ക്രിസ്ത്യാനി. ഹല്ലേലൂയ. അല്ലാതെ ക്രിസ്തീയ മാതാപിതാക്കൾക്ക് ജനിച്ചതുകൊണ്ട് ഒരുവൻ ക്രിസ്ത്യാനിയായി മാറുന്നില്ല. എന്താണ് ക്രിസ്ത്യാനിത്വം വാസ്തവത്തില്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തെ കുറിച്ച് ഒരുവന് ലഭിച്ച വെളിപ്പാടാണ്. ഹല്ലേലൂയ. ആ വെളിപ്പാട് പ്രാപിച്ചവനാണ് ക്രിസ്ത്യാനി. 12-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്.
ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചവനായിട്ടുള്ള പൗലോസ് ക്രിസ്ത്യാനിയായി തീർന്നത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ചിട്ടാണ്. റിലിജിയൻ എന്ന കോളത്തിന്റെ എഗൻസ്റ്റ് ആയിട്ട് ക്രിസ്ത്യൻ എന്ന് എഴുതിയാൽ ഒരുവൻ ക്രിസ്ത്യാനിയാകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മളൊക്കെയും ക്രിസ്തീയ മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ടവരാ. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന നല്ലൊരു ശതമാനം ആളുകളും. അതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനിയാകുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് പ്രാപിക്കണം. എങ്കിൽ മാത്രമേ ഒരുവൻ യഥാർത്ഥമായിട്ട് ക്രിസ്ത്യാനിയാകുന്നുള്ളൂ. സുവിശേഷത്തെക്കുറിച്ചുള്ള വെളിപ്പാട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അറിയുന്നതും യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിക്കുന്നതും രണ്ടും രണ്ടാ. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരുപാട് ആളുകൾക്ക് അറിയാം. എന്നാൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ചവർ അവരാണ് യഥാർത്ഥമായിട്ട് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്, ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവർ. നമ്മൾ ശുശ്രൂഷകന്മാരിൽ കൂടിയും അതുപോലെ ഉപദേഷ്ടാക്കന്മാരിൽ കൂടിയും യേശു ക്രിസ്തുവിന്റെ സുവിശേഷം കേൾക്കുന്നതും അത് അറിയുന്നതും ഒരുവന് യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിക്കുവാൻ അവനെ സഹായിക്കും. അതുകൊണ്ട് ആ വചനം കേൾക്കണമെന്ന് പറയുന്നത്. എന്നാൽ വെളിപ്പാട് ക്രിസ്തുവിൽ നിന്നാ പ്രാപിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് ദൈവം വെളിപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യമാ. ദൈവത്തിന് മഹത്വം. 13-ാം വാക്യം. യഹൂദ മതത്തിലെ എന്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. യഹൂദ മതത്തിലെ എന്റെ മുമ്പത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഗലാത്യർ ഇതെങ്ങനെയാ കേട്ടെ? ഇവിടെ പൗലോസ് ചോദിക്കുക, യഹൂദ മതത്തിലെ എന്റെ മുമ്പത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അവരതെങ്ങനെയാ കേട്ടത്? അതിന് പല കാരണങ്ങളുണ്ടാകാം. ഒന്നാമത്തെ കാരണം, പൗലോസ് തന്നെയോ കൂടെ ഉണ്ടായിരുന്നവരോ ഗലാത്യരെ സുവിശേഷീകരിച്ചപ്പോൾ ഇത് പറഞ്ഞു കാണാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തില് 2 പ്രാവശ്യം പൗലോസിന്റെ മാനസാന്തര വിഷയം താൻ തന്നെ പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 22-ാം അധ്യായവും 26-ാം അധ്യായത്തിലും അപ്പോസ്തലനായ പൗലോസ് തന്റെ മാനസാന്തരത്തെ കുറിച്ച് താൻ തന്നെ പറഞ്ഞതായിട്ട് ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അവരങ്ങനെ കേട്ടതാകാം. രണ്ടാമത്തെ സാധ്യത, സഭയിൽ നിന്ന് സഭയിലേക്ക് പരന്ന കീർത്തിയായിട്ട് ഗലാത്യർ തന്നെ ഇത് കേട്ടിരിക്കാം. ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് അവൻ മാനസാന്തരപ്പെട്ട വിഷയം പരന്നിരിക്കാം. ഇത്ര ശ്രദ്ധേയനായിട്ടുള്ള എതിരാളിയുടെ മാനസാന്തരം, അതുവരെ വിശ്വാസികളെ കൊന്നൊടുക്കി അവരെ ഉപദ്രവിച്ച് നടന്ന ഒരു വ്യക്തി യഥാർത്ഥമായിട്ട് സുവിശേഷ സത്യത്തിലേക്ക് വന്നു എന്ന് അറിഞ്ഞപ്പോൾ അത് സഭയിൽ നിന്ന് സഭയിലേക്ക് പോയ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഗലാത്യ സഭ കേട്ടിരിക്കാം. കാരണം പൗലോസ് അങ്ങനെയുള്ള ഒരാളായിരുന്നല്ലോ. ക്രിസ്തീയ സഭയ്ക്കെതിരായിട്ട് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയ ഒരു മനുഷ്യനായിരുന്നു, അവരെ ഉപദ്രവിച്ച ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി മാനസാന്തരപ്പെടുമ്പോൾ സഭകൾ മൂലം അത് ഗലാത്യ സഭയും അറിഞ്ഞിരിക്കാം. ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയ സമയത്ത് ഷീജയുടെ പപ്പായുടെയും അമ്മയുടെയും കൂടെ ഏതാണ്ട് ഒരു 4-5 മണിക്കൂർ ഇരുന്നിട്ട് പ്രാർത്ഥിക്കാൻ ഒരു അവസരം കിട്ടി. അന്ന് അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. എന്റെ മദർ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അന്ന് വൈകിട്ട് ഞാൻ ഇവരുടെ വീട്ടിൽ വന്ന് ഏതാണ്ട് 7:30 ആയപ്പം അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 12:30 വരെ അവരോട് ദൈവത്തിന്റെ വചനം പറഞ്ഞു. ആ സമയത്ത് പപ്പ എന്നോട് പറഞ്ഞൊരു കാര്യം, ഞാൻ സ്നാനപ്പെട്ടതാ,
പക്ഷെ ഞാൻ സ്നാനപ്പെടുന്ന സമയത്ത് എന്നെ സ്നാനപ്പെടുത്തിയ പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, ഞാൻ സ്നാനപ്പെടാം, പക്ഷെ ഞാൻ ഓർത്തഡോക്സിലെ നിക്കത്തുള്ളൂ. പുള്ളി അത് സമ്മതിച്ചു. പുള്ളി അത് ചെയ്ത് എത്ര വലിയ തെറ്റാണെന്നറിയാമോ? കേരളത്തിൽ അറിയപ്പെടുന്ന, ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു മലയാളി പെന്റക്കോസ്റ്റൽ സഭയുടെ ഇപ്പോൾ അദ്ദേഹം ഒരു സെൻട്രൽ പാസ്റ്ററായിട്ട് കേരളത്തിലുണ്ട്. എന്തായിരുന്നു അവരുടെ ഉദ്ദേശം എന്നറിയാമോ? പപ്പ ഇതുപോലെ ഒരുപാട് എതിർത്ത് നിന്ന ഒരാളാ. പപ്പ സ്നാനപ്പെട്ട് കഴിഞ്ഞ ഉടനെ അവരൊരു നോട്ടീസ് ഇറക്കി. ആ നോട്ടീസിന്റെ ഹെഡിങ് ഇങ്ങനെ ആയിരുന്നു, ദ ബിഗ് ഷാർക്ക് ഇൻ ദ നെറ്റ്. പപ്പ എന്നോട് പറഞ്ഞതാ കേട്ടോ, ദ ബിഗ് ഷാർക്ക് ഇൻ ദ നെറ്റ്. പുള്ളി അവർ സ്നാനപ്പെടുത്തിയതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? സ്നാനപ്പെട്ടോ, കുഴപ്പമില്ല, ഓർത്തഡോക്സ് വേണമെങ്കിൽ പൊക്കൂ. അന്ന് ശരിയായ നിലയിൽ അദ്ദേഹത്തോട് ദൈവത്തിന്റെ വചനം പറഞ്ഞ് അദ്ദേഹത്തെ ഉറപ്പിച്ചിട്ട് സ്നാനപ്പെടുത്തിയിരുന്നെങ്കിൽ അദ്ദേഹം ആ സത്യത്തിൽ നിലനിന്നേനേമായിരുന്നു. ആരുടെ കുഴപ്പം? സ്തോത്രം. അപ്പം സഭകളിൽ നിന്ന് സഭകളിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങള് ലോക്കൽ സഭയുടെ പ്രസിദ്ധിക്ക് വേണ്ടിയിട്ട് ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തെന്ന് വരാം. ഇവിടെ അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ചിടത്തോളവും താന് ക്രിസ്തീയ സഭയെ ഉപദ്രവിച്ച ഒരു മനുഷ്യനാ. അദ്ദേഹം മാനസാന്തരപ്പെട്ടപ്പോൾ സഭകളിൽ നിന്ന് ഗലാത്യ സഭയും ഇത് അറിഞ്ഞിരിക്കാം. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, യഹൂദവാദികൾ തന്നെ നിന്ദാസൂചകമായിട്ട് പൗലോസിനെ കുറിച്ച് പറഞ്ഞിരിക്കാം. അതായത് യഹൂദ മതത്തിൽ അപ്പോൾ നിലനിൽക്കുന്ന ആളുകൾ തന്നെ പൗലോസിനെ കുറിച്ച് നിന്ദാസൂചകമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം. അടുത്ത കാലത്ത് മാത്രം യഹൂദ മതത്തിൽ നിന്ന് മനം തിരിഞ്ഞവനാവൻ. നമ്മൾ ഈ പാർട്ടി മാറിപ്പോകുന്ന ഉടനെ പഴയ പാർട്ടിയിലുള്ളവർ പറയുന്നത് കേട്ടിട്ടില്ലേ? അന്ന് വരെ ഒരുമിച്ച് പ്രവർത്തിച്ച ആളുകളായിരിക്കും, നല്ല കാര്യങ്ങൾ പറഞ്ഞവരായിരിക്കും. പക്ഷെ ഒരു ദിവസം പാർട്ടി മാറി കഴിയുന്നുടനെ പിന്നെ അവരെന്തായിരിക്കും പറയുന്നേ? നല്ല കാര്യങ്ങളായിരിക്കുമോ പറയുന്നത്? എന്ന് പറഞ്ഞതുപോലെ യഹൂദ മതത്തിലുള്ളവർ തന്നെ അവനെക്കുറിച്ച് മോശമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ടാകും. ഏതു വിധത്തിലാണെങ്കിലും 13-ാം വാക്യത്തിൽ പറയുന്നു, യഹൂദ മതത്തിലെ എന്റെ മുമ്പത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത് കേൾക്കുവാനുള്ള വഴികളാ പറഞ്ഞത്. 14-ാം വാക്യം, ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചു മുടിക്കുകയും എന്റെ പിതൃപാരമ്പര്യത്തെ കുറിച്ച് അത്യന്തം എരിവേറി എന്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചു മുടിക്കുകയും എന്റെ പിതൃപാരമ്പര്യത്തെ കുറിച്ച് അത്യന്തം എരിവേറി എന്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. അതായത് അപ്പോസ്തലനായ പൗലോസ് യെരുശലേമിലെ വിശുദ്ധന്മാർക്ക് ഒരുപാട് ദോഷം ചെയ്തവനാ. താൻ ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുൻപ്. പ്രവൃത്തിയുള്ള പുസ്തകം 9-ാം അധ്യായം 4-ാമത്തെ വാക്യം എടുത്താട്ട്, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 9 വേഴ്സ് 4. അവൻ നിലത്ത് വീണു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. അവൻ ഒരുപാട് ക്രിസ്തീയ സഭയെ ഉപദ്രവിച്ചവനാ. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 9-ാം വാക്യം, 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 15 വേഴ്സ് 9. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല. അപ്പോൾ
താൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചു മുടിച്ചവനായിരുന്നു. താൻ വിശുദ്ധന്മാരിൽ പലരെയും കൊന്നവനായിരുന്നു. പ്രവൃത്തിയുള്ള പുസ്തകം 26 അധ്യായം 10 വാക്യം, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 26 വേഴ്സ് 10. അത് ഞാൻ യെരൂശലേമിൽ ചെയ്തിട്ടുമുണ്ട്. മഹാപുരോഹിതന്മാരോട് അധികാരപത്രം വാങ്ങി വിശുദ്ധന്മാരിൽ പലരെയും തടവിലാക്കി അടച്ചു. അവരെ നിഗ്രഹിക്കുന്ന സമയം ഞാനും സമ്മതം കൊടുത്തു. അത് ഞാൻ യെരൂശലേമിൽ ചെയ്തിട്ടുണ്ട്. മഹാപുരോഹിതന്മാരോട് അധികാരപത്രം വാങ്ങി വിശുദ്ധന്മാരിൽ പലരെയും തടവിലാക്കി അടച്ച് അവരെ നിഗ്രഹിക്കുന്ന സമയം ഞാനും സമ്മതം കൊടുത്തു. പലരെയും തടവിലാക്കി, പലരെയും കൊല്ലുവാൻ തക്കവണ്ണം മൗനസമ്മതം അവൻ കൊടുത്തു. അനേകരെ അവൻ ദണ്ഡിപ്പിച്ചു. യെരൂശലേമിൽ മാത്രമല്ല, മറ്റു പട്ടണങ്ങളിലേക്ക് ചെന്ന് അവരെ ഉപദ്രവിച്ചു. പ്രവൃത്തിയുള്ള പുസ്തകം 26 അധ്യായം 11 വാക്യം, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 26 വേഴ്സ് 11. ഞാൻ എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും ദണ്ഡിപ്പിച്ചും കൊണ്ട് ദൂഷണം പറവാൻ നിർബന്ധിക്കുകയും അവരുടെ നേരെ അത്യന്തം ഭ്രാന്ത് പിടിച്ച് അന്യ പട്ടണങ്ങളോളവും ചെന്ന് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു. ഞാൻ എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും ദണ്ഡിപ്പിച്ചുകൊണ്ട് ദൂഷണം പറവാൻ നിർബന്ധിക്കുകയും അവരുടെ നേരെ അത്യന്തം ഭ്രാന്ത് പിടിച്ച് അന്യ പട്ടണങ്ങളോളം ചെന്ന് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു. അത്യന്തം ഭ്രാന്ത് പിടിച്ച്. അതിനുള്ള കാരണം എന്താ? പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു? ഫിലിപ്പിയ ലേഖനം 3 അധ്യായം 5 വാക്യം ഒന്ന് വായിച്ചാട്ട്, ബുക്ക് ഓഫ് ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 വേഴ്സ് 5. എട്ടാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ. സ്തോത്രം. ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ. ശൗലിന്റെ കുടുംബം ഒരു പരീശ കുടുംബമായിരുന്നു. പരീശന്മാർ ന്യായപ്രമാണത്തിൽ തീഷ്ണതയുള്ളവരായിരുന്നു. അതാ അതിന്റെ കാരണം. പരീശന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ന്യായപ്രമാണത്തിൽ തീഷ്ണതയുള്ളവരായിരുന്നു. ന്യായപ്രമാണത്തിനെതിരായിട്ടൊരു പ്രമാണം കൊണ്ടുവന്നാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഭ്രാന്ത് പിടിക്കുന്ന കാര്യം. അതുകൊണ്ടാണ് അവൻ ഇവിടെ പ്രവൃത്തികളുടെ പുസ്തകം 26 അധ്യായം 11 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും ദണ്ഡിപ്പിച്ചുകൊണ്ട് ദൂഷണം പറവാൻ നിർബന്ധിക്കുകയും അവരുടെ നേരെ അത്യന്തം ഭ്രാന്ത് പിടിച്ച് അന്യ പട്ടണങ്ങളോളം ചെന്ന് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു. പൗലോസ് ഇതെല്ലാം പറയുന്നത് ക്രിസ്ത്യാനികളുമായി ബന്ധമുള്ളവരിൽ നിന്ന് താൻ സുവിശേഷം സ്വീകരിച്ചില്ല എന്ന് തെളിയിക്കാനാ. ഹല്ലേലൂയ. ക്രിസ്ത്യാനികളുമായി ബന്ധമുള്ള ആരിൽ നിന്നും താൻ സ്വീകരിച്ചതല്ല സുവിശേഷം എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാ പൗലോസ് ഇതെല്ലാം പറയുന്നേ. യെരൂശലേമിന് സമീപത്ത് വെച്ചായിരുന്നെങ്കിൽ യെരൂശലേമിലെ അപ്പോസ്തലന്മാർ ശൗലിനെ സുവിശേഷം പറയുവാൻ തക്കവണ്ണം പഠിപ്പിച്ചു എന്ന് ആളുകൾ പറയുമായിരുന്നു. അങ്ങനെ ഒരു സാധ്യതയുണ്ടായിരുന്നു. യെരൂശലേമിന് സമീപത്ത് വെച്ചായിരുന്നു അവൻ രക്ഷിക്കപ്പെട്ടതെങ്കിൽ അപ്പോസ്തലന്മാരെ ഇതിന്റെ പുറകിലെന്ന് പറയുമായിരുന്നു. എന്നാൽ അപ്പോസ്തലന്മാർ ആരും ഇല്ലാതിരുന്ന ദമസ്കോസിൽ വെച്ചാണ് ദൈവം അവനെ പിടിച്ചത്. സ്തോത്രം. 15 വാക്യം. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം. പ്രവൃത്തികളുടെ പുസ്തകം എടുത്താട്ടെ 13 അധ്യായം അതിന്റെ 2 വാക്യം, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 13 വേഴ്സ് 2. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. സ്തോത്രം. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ
ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അവിടെ രണ്ട് വാക്കുകളൊന്ന് ശ്രദ്ധിച്ച്, വിളിച്ചിരിക്കുന്നു, വേർതിരിക്കുന്നു. വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് വേർതിരിപ്പീൻ. ഈ ജനനം മുതൽ ദൈവം തന്നെ വേർതിരിച്ചവനാണെന്നുള്ള ബോധ്യം അപ്പോസ്തലനായ പൗലോസിന് എപ്പോഴാ ഉണ്ടായത്? ഈ ബോധ്യം പൗലോസിന് എപ്പോഴാ ഉണ്ടായത്? ജനനം മുതൽ ദൈവം എന്നെ വേർതിരിച്ചതാണ് എന്ന ബോധ്യം പൗലോസിന് എപ്പോഴാ ഉണ്ടായത്? ഈ ബോധ്യം പൗലോസിന് ഉണ്ടാകുന്നത് വിളി കേട്ട് ദൈവം വേർതിരിച്ചതിന് ശേഷമാണ്. നമ്മുടെ ജീവിതത്തിലെ കാര്യം തന്നെ ഒന്ന് എടുത്തു നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിലെ ഈ ബോധ്യം എന്നാ നമുക്കുണ്ടായത്? ദൈവം വിളിച്ച് വേർതിരിച്ചതിന് ശേഷമാണ് ഈ ബോധ്യം നമുക്കും ഉണ്ടായത്. അതായത് ദൈവം നമ്മെ മുന്നറിഞ്ഞതാണെന്നും മുൻ നിയമിച്ചതാണെന്നും മുൻ അറിഞ്ഞതാണെന്നും ഉള്ള ബോധ്യമുണ്ടായത് നാം ദൈവവിളി കേട്ടതിന് ശേഷമാണ്. രക്ഷയുടെ 5 കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയാമല്ലോ. മുന്നറിവ്, മുൻ നിയമനം, മൂന്നാമത്തേത് വിളി. ദൈവം നമ്മെ മുന്നറിഞ്ഞതാണെന്നും മുൻ നിയമിച്ചതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായത് മൂന്നാമത്തെ കാര്യം ദൈവത്തിന്റെ വിളി നമ്മൾ കേട്ടതിന് ശേഷമാണ്. അതുവരെ നമ്മൾ ഇതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം നമ്മെ മുന്നറിഞ്ഞതാണെന്നും മുൻ നിയമിച്ചതാണെന്നുള്ള ബോധ്യമല്ലോ നമുക്കുണ്ടായിരുന്നു ഈ വിളി കേൾക്കുന്നതിന് മുമ്പ്? ഇല്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത് നമ്മൾ അറിയാതെ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു വേദഭാഗം എടുത്തായിട്ട് യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ. ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 1 verse 4 and 5. ഇസ്രായേലേ, നീ മനം തിരിയുമെങ്കിൽ എന്റെ അടുക്കിലേക്ക് മടങ്ങി വന്ന് കൊള്ളുക എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്റെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ എന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുമെങ്കിൽ നീ അലഞ്ഞു നടക്കേണ്ടി വരികയില്ല. 4-5 വാക്യങ്ങൾ. യെരമ്യാ പ്രവചനം 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. സ്തോത്രം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, യിരെമ്യാവിനുണ്ടായ കാര്യം, യിരെമ്യാവിനോട് ദൈവം അരുളി ചെയ്ത കാര്യം, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചുമിരിക്കുന്നു. അതായത് ദൈവം മുന്നറിഞ്ഞവനെയും മുൻ നിയമിച്ചവനെയും സമയമായപ്പോ വിളിച്ചു. ആ മുന്നറിവും മുൻ നിയമനവും നമുക്കുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ വിളി നമ്മൾ ലാഘവത്തോടെ എടുക്കരുത്. എല്ലാ കാലവും നമുക്ക് ദൈവം ഈ ഓപ്പർച്യൂണിറ്റി തരുമെന്ന് നമ്മൾ കരുതുകയും വരുത്. ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. അതിന്റെ 15 മുതൽ 17 വരെയുള്ള വേദഭാഗങ്ങൾ. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോകുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ
എനിക്ക് മുൻപേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോകുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചന ചോദിച്ചില്ല എന്ന്. പൗലോസ് എന്തുകൊണ്ടാണ് മാംസരക്തങ്ങളോട് ആലോചന ചോദിക്കാഞ്ഞത്? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം അതിന്റെ 50-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 15 വേഴ്സ് 50. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഒരു പരീശ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് ഗമാലിയേലിന്റെ കാൽക്കീഴിൽ ഇരുത്തി സകല ന്യായപ്രമാണവും അഭ്യസിപ്പിച്ചത് ഒരു ഗതിയും പരഗതിയുമില്ലാത്ത ഈ മാർഗത്തിലേക്കാണെന്ന് കരുതി അവർ, അവന്റെ കുടുംബക്കാർ അങ്ങനെ തന്നെ പറയുമെന്ന് പൗലോസിന് അറിയായിരുന്നു. നീ ഒരു പരീശ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവനാടാ, ഗമാലിയേലിന്റെ കാൽക്കീഴിൽ ഇരുന്ന് വിദ്യ അഭ്യസിപ്പിച്ചത് സാധാരണ മനുഷ്യർക്ക് ചെയ്യുവാൻ തക്കവണ്ണം വിദ്യ അഭ്യസിക്കുവാൻ തക്കവണ്ണം കഴിയാത്ത നിലയിലാണ് ഗമാലിയേലിന്റെ കാൽക്കീഴിലിരുന്ന് അവന്റെ വീട്ടുകാർ, പരീശ കുടുംബത്തിലുള്ള അവന്റെ വീട്ടുകാർ അവനെ വിദ്യ അഭ്യസിപ്പിച്ചത്. ന്യായപ്രമാണം സകലതും അരച്ച് കലക്കി കുടിച്ച് നിന്നെ ഈ കാര്യങ്ങളൊക്കെ അഭ്യസിപ്പിച്ചത് ഇതിനായിരുന്നോ? ഈ ഒരു മാർഗത്തിലേക്ക് തിരിയാനായിരുന്നോ? ഇത്രയ്ക്ക് നിലയും വിലയുമുള്ള നിലയിൽ നിന്ന് അന്നത്തെ ആളുകൾ, ഞാൻ പറഞ്ഞതുപോലെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടക്കുന്ന കുറെ ആളുകൾ അല്ലെ? യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരായിരുന്നു 12 പേര് തിരഞ്ഞെടുത്തത്? മുക്കുവരായിട്ടുള്ള ആളുകൾ. എന്തെങ്കിലും വിദ്യാഭ്യാസമുള്ളവരാണോ? എന്തെങ്കിലും വിവരമുള്ള ആളുകളാണോ? ആ കാലത്ത് ആ നിലയിലും വിലയിലും ജീവിച്ച ഒരു വ്യക്തി ഇവരുടെ കൂട്ടത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ പരീശ കുടുംബത്തിൽ ജീവിക്കുന്ന അവരുടെ ആളുകൾക്ക് എത്ര മാനക്കേടായിരുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചന ചോദിച്ചില്ല. കാരണം ഇത് ചുരുക്കി പറഞ്ഞാൽ ഇത് അവന്റെ വീട്ടുകാർക്ക് വെളിപ്പെടാത്ത കാര്യമാണ്. അവരോട് ചോദിച്ചിട്ട് അവരുടെ അനുവാദത്തോടെ ഈ പരിപാടിക്ക് പോകുവാൻ തക്കവണ്ണം പൗലോസിന് കഴിയുമായിരുന്നില്ല. നമ്മളെയും ദൈവം വിളിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെയും കൺസെന്റ് വാങ്ങിച്ചിട്ട് എല്ലാവരുടെയും സന്തോഷത്തോടുകൂടെ ഞാൻ കർത്താവിന്റെ കൽപ്പന അനുസരിക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ ഒരു കാര്യം വ്യക്തമായിട്ട് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദൈവം ഇത് അവർക്കും വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. അത് നമ്മിൽ കൂടിയാ നാം ചെയ്യേണ്ടത്. ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ച്, ദൈവത്തിന്റെ വിളി നാം കേട്ടത്, ദൈവത്തിന്റെ വചനം സത്യമാണെന്ന് നാം മനസ്സിലാക്കിയത് അവര് വന്നിട്ട് നമുക്ക് പോകാനല്ല, നമ്മൾ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച ശേഷം അവരെയും കൂടി ഈ നിത്യതയിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചത്. അവിടെ എല്ലാം കൺസെന്റ് വാക്കിയിട്ട് കർത്താവിന്റെ കൽപ്പന അനുസരിക്കാമെന്ന് നാം കരുതിയാൽ അത് നടക്കുവാൻ പോകുന്ന കാര്യമല്ല.
രണ്ടാമതൊരു വേദഭാഗം കൂടി, മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 16-ാം അധ്യായം അതിന്റെ 15 മുതൽ 17 വരെയുള്ള വേദഭാഗങ്ങൾ. ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 16 വേഴ്സ് 15 to 17. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നുവെന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബെറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. സ്തോത്രം. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു അവൻ ചോദിച്ചതിന്, യേശു ചോദിച്ചതിന്, ശിഷ്യന്മാരോട് ചോദിച്ചതിന് ശിമോൻ പത്രോസ് ചാടിക്കേറി ഉത്തരം പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അപ്പോൾ യേശു എന്താ പറഞ്ഞത്? ബറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. ചുരുക്കി പറഞ്ഞാൽ, മാംസരക്തങ്ങൾ അവർ ബലഹീനതകളുള്ള മനുഷ്യരാ. അങ്ങനെയുള്ളവരോട്, ഈവൻ തന്റെ ബന്ധുമിത്രാദികളോട് പോലും താൻ ആലോചന ചോദിക്കുകയോ നിർദ്ദേശം നേരുകയോ ചെയ്യാതെ കർത്താവിന്റെ വിളി കേട്ട് അവനെ അനുഗമിച്ചു. ദൈവിക വെളിപ്പാടിനോട് നമുക്ക് എന്തെങ്കിലും കൂട്ടുവാനോ കുറയ്ക്കുവാനോ കഴിയുകയില്ല. അതൊരു ബലഹീന മനുഷ്യന് സാധ്യമല്ല. അതിന് അനുവാദവും ഇല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മിൽ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ, ദൈവിക സത്യങ്ങൾ ബലഹീന മനുഷ്യരോട് ചോദിച്ചിട്ട്, മാംസരക്തങ്ങളോട് ചോദിച്ചിട്ട് നമുക്കൊരു തീരുമാനം എടുക്കുവാൻ തക്കവണ്ണം കഴിയത്തില്ല. കാരണം ദൈവിക വെളിപ്പാടിനോട് എന്തെങ്കിലും കൂട്ടുവാൻ തക്കവണ്ണം ബലഹീന മനുഷ്യന് സാധ്യമല്ല. അതിന് ദൈവം അനുവാദം കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യവും ഇല്ല. വചനം വളരെ വ്യക്തമായി പറയുന്നു, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവവിളി എന്തിനാ നമ്മൾ കേട്ടത്? മറ്റുള്ളവരുടെ എല്ലാം കൺസെന്റ് വാങ്ങിച്ചിട്ട് കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുവാനാണോ? അല്ല. നാം ദൈവവിളി കേട്ടത്, ഇതിനുള്ള ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത്, ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീർന്നത് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാനാണ്. നാം ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചിട്ട് വേണം നമ്മുടെ പ്രിയപ്പെട്ടവരോട് ഈ സുവിശേഷം അറിയിച്ച് അവരെയും കൂടെ ഈ നിത്യരക്ഷയിലേക്ക് കൊണ്ടുവരാനായിട്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം വായിക്കുന്നു, 15-ാം വാക്യം ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു. 16-ാം വാക്യം, തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം താൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുൻപേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ മറ്റപ്പോസ്തലന്മാരെ പോലെ പൗലോസിനും തന്റെ വിളിയും സുവിശേഷത്തിന്റെ വെളിപ്പാടും യേശു ക്രിസ്തുവിൽ നിന്ന് നേരിട്ട് ലഭിച്ചതാ. നമ്മൾ പത്രോസിനെ കുറിച്ചുള്ള കാര്യം നമ്മൾ കുറച്ചു മുമ്പ് വായിച്ചു. അതുപോലെ തന്നെ മറ്റുള്ള അപ്പോസ്തലന്മാരെ പോലെ തന്നെ പൗലോസിനും തന്റെ വിളിയും സുവിശേഷത്തിന്റെ വെളിപ്പാടും യേശു ക്രിസ്തുവിൽ നിന്ന് നേരിട്ട് ലഭിച്ചതാ. 1-ാം നൂറ്റാണ്ടിൽ യെരുശലേം പ്രാദേശിക സഭകളുടെ ആസ്ഥാനമായിരുന്നു, അപ്പോസ്തലന്മാരുടെ ആസ്ഥാനവുമായിരുന്നു. പ്രവൃത്തിയുള്ള പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് എടുത്താട്ട് നമുക്കറിയാവുന്ന വാക്യങ്ങളായതൊക്കെ. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 1 വേഴ്സ് 4. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അങ്ങനെ അവൻ അവരുമായിട്ട് കൂടിയിരിക്കുമ്പോൾ അവരോട് പറയും, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ആ വാഗ്ദത്തം പരിശുദ്ധാത്മാവായിരുന്നു എന്ന് നമുക്കറിയാം. അവർ കൂടിയിരുന്നത് എവിടായിരുന്നു? യെരുശലേമിലായിരുന്നു. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ യെരുശലേം മറ്റുള്ള പ്രാദേശിക സഭകളുടെ ഒരു ആസ്ഥാനമായിരുന്നു. അപ്പോസ്തലന്മാര് ഹല്ലേലൂയ ഉണ്ടായിരുന്നതും അപ്പോസ്തലന്മാരുടെ ആസ്ഥാനവും യെരുശലേം തന്നെയായിരുന്നു. സ്തോത്രം. രണ്ടാമതൊരു വേദഭാഗം കൂടെ, പ്രവൃത്തിയുള്ള പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 1 വേഴ്സ് 8.
എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലെ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ആദ്യം സാക്ഷികളായത് യെരുശലേമിലാണ്. പരിശുദ്ധാത്മാവ് വന്ന് ശക്തി ലഭിച്ചത് സാക്ഷികളായത് യെരുശലേമിലാണ്. അവിടെ നിന്നാണ് യഹൂദിയയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും ഹല്ലേലൂയ സാക്ഷികളായിട്ട് നിങ്ങൾ പോകേണ്ടത്. അതായത് പുതിയ നിയമസഭയുടെ ആരംഭം യെരുശലേമിൽ നിന്നാണ് തുടക്കം കുറിച്ചത്. ദൈവത്തിന് സ്തോത്രം. 17-ാം വാക്യത്തിൽ നാം വായിച്ചു, എനിക്ക് മുൻപേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോകുകയും ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോകുകയും. ഏതാണ് ഈ അറബി അല്ലെങ്കിൽ അറേബ്യ? വിസ്തൃതമായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു ഇത്. ഫ്രെഡിയ മാപ്പ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യാമോ? ഇവിടെ നമ്മൾ കാണുന്ന മാപ്പ് അറേബ്യ ഇൻ ദ ടൈം ഓഫ് സെയിന്റ് പോൾ. ഗലേഷ്യൻസ് 1:17 ആണ് അവിടെ എഴുതിയിരിക്കുന്നത്, റെഫറൻസ് തന്നിരിക്കുന്നത്. അവിടെ നെബാറ്റിയൻ കിങ്ഡം എന്ന് പറഞ്ഞ ഒരു ഏരിയ നിങ്ങൾ കണ്ടോ? ആ മാപ്പിന്റെ ഇവിടെ അറേബ്യ എന്ന് ഉദ്ദേശിക്കുന്നത് നെബാറ്റിയൻസിന്റെ അധീനതയിലുള്ള അറേബ്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രദേശമാണ്. അറേബ്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം, വടക്കെന്ന് പറയുന്നത് നോർത്ത് മുകളിലായിട്ടും പടിഞ്ഞാറെന്ന് പറയുന്നത് ലെഫ്റ്റിലുമായിട്ട് കാണുന്ന ആ പ്രദേശം. സ്തോത്രം. നെബാറ്റിയൻ കിങ്ഡം എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ പിങ്ക് കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന സ്ഥലം. ഇതിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് പെട്ര ആയിരുന്നു. പെട്ര അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, PTRA. അറേബ്യ പെട്ര എന്നും ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നു. സ്തോത്രം. BC 9 മുതൽ AD 40 വരെ ഇവിടെ ഭരിച്ചിരുന്നത് അരേത 4-ാമൻ എന്ന രാജാവായിരുന്നു. സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം ഒന്ന് എടുത്താട്ട് അതിന്റെ 11-ാം അധ്യായം 32-33 വാക്യങ്ങൾ. 2 Corinthians chapter 11 verse 32 and 33. ദമസ്കോസിലെ അരേത രാജാവിന്റെ നാടുവാഴി എന്നെ പിടിപ്പാൻ ഇച്ഛിച്ചു. ദമസ്ക പട്ടണത്തെ കാവൽ വെച്ചു കാത്തു. ദമസ്കോസിലെ അരേത രാജാവിന്റെ നാടുവാഴി എന്നെ പിടിപ്പാൻ ഇച്ഛിച്ചു. ദമസ്ക പട്ടണത്തെ കാവൽ വെച്ചു കാത്തു. അരേത 4-ാമത്തെ രാജാവിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ കാണുന്നത്, ഈ കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. ദമസ്കോസ് എന്ന് പറയുന്നത് അതിന്റെ തൊട്ടുമുകളിലായിട്ട് കാണുന്ന ആ ഭാഗമാണ്. ബോസ്ട്ര എന്നെഴുതിയതിന്റെ മുകളിലായിട്ട് കാണുന്ന ഭാഗമാണ് ദമസ്കസ്. ദൈവത്തിന് സ്തോത്രം. എന്തിനാണ് പൗലോസ് അറേബ്യയിലേക്ക് പോയത്? ദമസ്കസിൽ നിന്ന് അറേബ്യയിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? ദൈവമായിട്ടുള്ള തന്റെ കൂട്ടായ്മ ഏകാന്തതയിൽ അനുഭവിക്കുവാനായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് ദമസ്കസിൽ നിന്നും ഈ അറേബ്യയിലേക്ക് പോയത്. ഇവിടെ നമ്മൾ വായിച്ചു, എനിക്ക് മുൻപേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോയി. എന്തിനാ? ദൈവമായിട്ടുള്ള ഏകാന്തമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടി. പരിശുദ്ധാത്മാവ് വെളിപ്പാടിനാൽ അനേക സത്യങ്ങൾ അപ്പോസ്തലനായ പൗലോസിനെ ഇവിടെ വെച്ച് പഠിപ്പിച്ചു. റോമാലേഖനത്തിലും മറ്റും നാം കാണുന്ന ഉപദേശ സംഹിതകൾ അപ്പോസ്തലനായ പൗലോസിന് വെളിപ്പെട്ടത് ഇവിടെ വെച്ചാകാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ഓരോ ശുശ്രൂഷകനും ദൈവമായിട്ടുള്ള ഏകാന്തതയിൽ കഴിയേണ്ടതുണ്ട്.
ദൈവത്തിന് സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയുന്നു. ദൈവത്തിന്റെ ഓരോ ശുശ്രൂഷകനും ദൈവവുമായിട്ടുള്ള ഏകാന്തതയിൽ കഴിയേണ്ടതുണ്ട്. നമുക്ക് എക്സാമ്പിൾസ് ഒരുപാട് ബൈബിളിൽ നിന്നുണ്ട്. 2-3 പറയാം. ഒന്നാമത്, മോശ 40 ദിവസം ദൈവത്തോടുകൂടെ സീനായിൽ കഴിഞ്ഞു. ഇസ്രായേലിന് കൊടുക്കേണ്ടതായിട്ടുള്ള 10 കൽപ്പനകൾ ദൈവം അവിടെ വെച്ച് അവന് നൽകി. നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. 40 ദിവസം മോശ ദൈവത്തോടുകൂടെ സീനായ് മലയിൽ കഴിഞ്ഞു. ഇസ്രായേലിന് കൊടുക്കാനുള്ള 10 കൽപ്പനകള് ദൈവം അവിടെ വെച്ചാണ് മോശയ്ക്ക് കൊടുക്കുന്നത്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായവും 20-ാം അധ്യായവും നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. രണ്ടാമത്, ദാവീദ് തന്റെ ബാല്യകാലത്ത് ബെത്ലഹേം മലമുകളിൽ ദൈവത്തോടുകൂടെ സമയം ചിലവഴിച്ചു. നമ്മൾ ഇന്നലെ ചിന്തിച്ച സങ്കീർത്തന പുസ്തകം 19-ാം അധ്യായം ഞാൻ പറയാനിടയായല്ലോ. ഈ കാലത്താണ് ദൈവത്തിന്റെ 2 ഗ്രന്ഥങ്ങളായിട്ടുള്ള പ്രകൃതിയും അതുപോലെ ദൈവത്തിന്റെ വചനവും കൂടുതൽ ധ്യാനിക്കുവാൻ തക്കവണ്ണം ദാവീദിന് അവസരം കിട്ടിയത്. നമ്മൾ ഇന്നലെ ചിന്തിച്ച കാര്യമാണ്. ആ 19-ാം സങ്കീർത്തനത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ പ്രകൃതിയിൽ ദൈവിക വെളിപ്പാട്. അവിടെ എഴുതിയിരിക്കുന്നത് നമ്മൾ ഇന്നലെ ചിന്തിച്ച വേദഭാഗം, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു, പകൽ പകലിന് വാക്കുപൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. സ്തോത്രം. പ്രകൃതിയിൽ ദൈവിക വെളിപ്പാട്. എല്ലാവർക്കും ഉള്ള ഒരു തുറന്ന പുസ്തകമാണ് പ്രകൃതി. ദൈവം താൻ ആരാണെന്ന് വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ. ഈ പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ആർക്കും മനസ്സിലാക്കുവാൻ. 2-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ചിന്തിച്ച 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ വചനത്തിൽ ദൈവിക വെളിപ്പാട്. അതായത് തന്റെ സഭയാകുന്ന ഇന്നർ സർക്കിളിലുള്ള ആളുകൾക്ക് പഠിക്കുവാനുള്ള പുസ്തകം, ദൈവത്തിന്റെ വചനം നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദാവീദ് തന്റെ ചെറുപ്പകാലത്ത് തന്റെ പിതാവിന്റെ ആടുകളെ മേയ്ക്കുവാൻ തക്കവണ്ണം കടന്നുപോയ സമയത്ത് ദൈവത്തോടുകൂടെ സമയം ചെലവഴിച്ചു ഏകാന്തതയിൽ. മൂന്നാമതായിട്ട്, യേശു തന്നെ നമുക്ക് നല്ലൊരു എക്സാമ്പിൾ ആണ്. യേശു ദൈവത്തോടുകൂടെ കൂട്ടായ്മയിൽ രാത്രി കഴിച്ചു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് മാർക്ക് ചാപ്റ്റർ 1 വേഴ്സ് 35. അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അതികാലത്ത് കർത്താവായ യേശു ക്രിസ്തു ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് ഏകാന്തമായ അനുഭവത്തിൽ പിതാവിനോട് പ്രാർത്ഥിച്ചു എന്ന്. 2-ാമതൊരു വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 12-ാം വാക്യം. ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 6 വേഴ്സ് 12. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്നു ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്നു ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. അപ്പോൾ രാത്രിയിൽ തനിയെ ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചതായിട്ട് കാണുന്നു. അതികാലത്ത് എഴുന്നേറ്റ് പിതാവിനോടുള്ള പ്രാർത്ഥന കഴിക്കുന്നതായിട്ട് മർക്കോസിന്റെ സുവിശേഷത്തിൽ നാം കാണുന്നു. യേശുവിന് പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ടായിരുന്നോ? യെസ്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ യേശുവിന് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടായിരുന്നു എന്റെ പിതാവിനോട്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ യേശു കാണിച്ചു തന്ന എല്ലാ മാതൃകകളും
നമുക്ക് പിന്തുടരാനുള്ളത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ. അത് സ്നാനമാകട്ടെ, പ്രാർത്ഥനയാകട്ടെ, ഉപദേശമാകട്ടെ, ജീവിതമാകട്ടെ, എന്തുമാകട്ടെ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ യേശു നമുക്ക് കാണിച്ചു തന്ന എല്ലാ മാതൃകകളും നമുക്ക് പിന്തുടരാനായിട്ടുള്ളത്. അവനെ നമുക്ക് അനുകരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇത് ബൈബിളിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ അതിനുശേഷം നമ്മൾ ലൂഥറിന്റെ ചരിത്രം പഠിക്കുമ്പോഴും അതുപോലെ സ്ലിങ്കി എന്ന ദേവദാസിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോഴും അതിനുശേഷം അവരൊക്കെയും എത്രയോ മാസങ്ങളും വർഷങ്ങളും ഏകാന്തമായിട്ട് ദൈവസന്നിധിയിൽ കൂട്ടായ്മ കഴിച്ചു, നവീകരണ പ്രസ്ഥാനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ ഓരോ ശുശ്രൂഷകനും ദൈവമായിട്ടുള്ള ഏകാന്തതയിൽ കഴിയേണ്ടതുണ്ട്, ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ കഴിയേണ്ടതുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാനായിട്ട്. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, ഏകാന്തത ശക്തന്മാരുടെ ജന്മഭൂമിയാണ്. ഇങ്ങനൊരു ചൊല്ലുണ്ട്, ഏകാന്തത ശക്തന്മാരുടെ ജന്മഭൂമിയാണ്. ജനത്തെ സ്വാധീനിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നവര് ദൈവത്തോടുള്ള ഏകാന്തതയിൽ തന്നെത്താൻ ഒരുക്കേണ്ടതാണ്. അതായത് ദൈവദാസന്മാരായിട്ടുള്ളവര് തന്നിൽ കൂടി പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനത്തിലൂടി ദൈവം മനുഷ്യരോട് ഇടപെടേണ്ടതിന് ദൈവത്തോടുള്ള ഏകാന്തതയിൽ തന്നെത്താൻ അവരെ ഒരുക്കേണ്ടതാണ്. ഈ ഏകാന്തതയുടെ മറവിലാണ് നമുക്ക് ദൈവത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ഹിതം ഗ്രഹിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. ദൈവത്തിന് നമ്മളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കണം. അത് ഏകാന്തതയിൽ നമ്മൾ ഇരുന്നാൽ മാത്രമേ, അല്ലാതെ കൂട്ടത്തിൽ പോയി എല്ലാവരുടെയും കൂടെ കൈയടിച്ച് ആരാധിക്കുന്ന സമയത്ത് അത് വേണ്ടെന്നല്ല, അത് വേണം. സഭയായിട്ട് ദൈവത്തെ ആരാധിക്കണം. എന്നാൽ ദൈവത്തിന് നമ്മൾ വ്യക്തിപരമായിട്ട് ഇടപെടേണ്ട മേഖലയെന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ നാം പേഴ്സണലായിട്ട് ഇരിക്കുമ്പോഴാണ്. ഏകാന്തതയുടെ അനുഭവത്തിൽ അത് യേശു നല്ല മാതൃകയായിരുന്നു. യേശുവിന് മുൻപുണ്ടായിരുന്ന ദാവീദ്, അതിനു മുൻപുണ്ടായിരുന്ന മോശെ, യേശുവിന് ശേഷം ജീവിച്ച 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും ഒക്കെ ജീവിച്ച ദൈവത്തിന്റെ ഭക്തന്മാര്, നവീകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെയും ദൈവസന്നിധിയിൽ ഏകാന്തതയിൽ ദൈവത്തോട് സമയം ചിലവഴിച്ചതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ദൈവത്തിന് നമ്മോട് സംസാരിക്കണമെങ്കിൽ. ദൈവത്തിന് സ്തോത്രം. അത് ദേവദാസന്മാർക്ക് മാത്രമല്ല, എല്ലാ വിശ്വാസികൾക്കും അത് ആവശ്യമാണ്. പേഴ്സണലായിട്ട് ദൈവസന്നിധിയിൽ സമയം ചെലവിടേണ്ടത് ആവശ്യമാണ്. 17-ാം വാക്യം ഇപ്രകാരം വായിച്ചു, എനിക്ക് മുൻപേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോകുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുന്നതിന് മുൻപ് പൗലോസ് എത്ര കാലം അറേബ്യയിൽ താമസിച്ചു എന്നറിവില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷം അറേബ്യയിലും ദമസ്കോസിലുമായിട്ട് 3 വർഷങ്ങളുണ്ടായിരുന്നു. അതുറപ്പാണ്. ഞാൻ പറഞ്ഞതുപോലെ താൻ അറേബ്യയിലായിരുന്ന കാലത്താകാം പരിശുദ്ധാത്മാവ് വെളിപ്പാടിനാൽ അനേക സത്യങ്ങൾ അപ്പോസ്തലനായ പൗലോസിനെ പഠിപ്പിച്ചത്. ഈ ലേഖനത്തിൽ എഴുതിയ അനേക ദൈവവചന സത്യങ്ങൾ വെളിപ്പെടുത്തിയത് താൻ അറേബ്യയിലായിരുന്ന കാലത്താകാം. അപ്പോസ്തലനായ പത്രോസിനെ കാണുന്നതിന് മുൻപ് തന്നെ 18-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു, 3 ആണ്ട് കഴിഞ്ഞിട്ട് കേഫാവുമായി മുഖപരിചയമാകേണ്ടതിന് യെരുശലേമിലേക്ക് പോയി. അപ്പോൾ അപ്പോസ്തലനായ പത്രോസിനെ കാണുന്നതിന് മുൻപ് തന്നെ പൗലോസ് ഈ വെളിപ്പാടുകൾ പ്രാപിച്ചിരിക്കണം. അതാണ് 10-11 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചത്. ഞാനിപ്പോൾ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കുകയില്ല. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അപ്പോൾ അപ്പോസ്തലനായ പത്രോസിനെ കാണുന്നതിന് മുൻപ് തന്നെ ഈ വെളിപ്പാടുകൾ ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിൽ നേരിട്ട് പ്രാപിച്ചു എന്ന് നമുക്ക് കരുതാം. ദൈവത്തിന് സ്തോത്രം.
ഈ പാരഗ്രാഫിൽ ശ്രദ്ധേയമായിട്ടുള്ള 3 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, പുതിയ നിയമ ശുശ്രൂഷയ്ക്കായിട്ട് ജനനം മുതൽ പൗലോസിനെ ദൈവം വേർതിരിച്ചു. അതായത് ജനനത്തിന് മുൻപേ ദൈവം അവനെ മുന്നറിഞ്ഞു, മുൻ നിയമിച്ചു. ഹല്ലേലൂയ. പുതിയ നിയമ ശുശ്രൂഷയ്ക്കായിട്ട് ജനനം മുതൽ പൗലോസിനെ ദൈവം വേർതിരിച്ചതായിട്ട് നമ്മൾ വായിച്ചു. രണ്ടാമതായിട്ട്, താൻ നശിപ്പിച്ചുകൊണ്ടിരുന്ന വിശ്വാസം പ്രസംഗിക്കുവാൻ ദൈവം പൗലോസിനെ കൃപയാൽ വിളിച്ചു. താൻ നശിപ്പിച്ചുകൊണ്ടിരുന്ന വിശ്വാസം, പുതിയ നിയമവിശ്വാസം, പുതിയ നിയമസഭയെ ഉപദ്രവിച്ച് അനേകരെ കൊന്നൊടുക്കിയ പൗലോസ്, ആ വിശ്വാസം പ്രസംഗിക്കുവാൻ തക്കവണ്ണം ദൈവം പൗലോസിനെ തന്റെ കൃപയാൽ വിളിച്ചു. നിത്യനാശത്തിൽ നിന്നും നിത്യനരകത്തിൽ നിന്നും ദൈവം അവനെ വിടുവിച്ചു. ആ വിളി കേട്ടപ്പോഴാണ് അവൻ അറിയുന്നത്, അവൻ മനസ്സിലാക്കുന്നത് ദൈവം തന്നെ മുന്നറിഞ്ഞതും മുൻ നിയമിച്ചതുമാണെന്ന്. മൂന്നാമത്തെ കാര്യം, ദൈവം തന്റെ പുത്രനെ പൗലോസിൽ വെളിപ്പെടുത്തി. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നേ, ദൈവം തന്റെ പുത്രനെ പൗലോസിൽ വെളിപ്പെടുത്തി. പൗലോസ് യേശു ക്രിസ്തുവിനെ ലോകത്തിനും വെളിപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. നമ്മെ ദൈവം വിളിച്ചതിന്റെ ഉദ്ദേശം എന്താ? നമുക്ക് മാത്രമായിട്ട് സ്വർഗ്ഗത്തിൽ പോകാനാണോ? സ്തോത്രം. അങ്ങനെ നമ്മൾ കരുതരുത്. നമ്മളെ ദൈവം വിളിച്ചതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ദൈവം വിളിച്ചത്. ഈ വെളിപ്പാടിനില്ലാത്തത് കൊണ്ടാണ് ദൈവസഭകൾ ശുഷ്കിച്ചു പോകുന്നത്. നമ്മൾ കർത്താവിനെ വെളിപ്പെടുത്തുന്നില്ല. നമ്മുടെ രക്തബന്ധത്തിലുള്ളവരോട്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോട്, നമ്മുടെ കൂട്ടുകാരോട്, നമ്മളോടുകൂടെ ഏറ്റവും കൂടുതൽ സഹകരിക്കുന്നവരോട് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നുണ്ടോ? ദൈവം നമ്മളെ വിളിച്ചതിന്റെ ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം അതാ. അവര് നഷ്ടപ്പെട്ടു പോയി, നാം അവരോട് സുവിശേഷം പറഞ്ഞില്ല എങ്കിൽ അവരുടെ രക്തം ദൈവം നമ്മോട് ചോദിക്കുമെന്ന വചനം പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് നമുക്ക് അവരോട് പറയണം. നമ്മൾ കുറ്റക്കാരായി തീരരുത്. പറയാനുള്ള കാര്യങ്ങൾ അവരോട് പറയണം. ദൈവത്തിന് സ്തോത്രം. വചനത്തിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാനായിട്ടൊന്നുമില്ല. കാരണം ഈ വചനത്തോട് കൂട്ടാനോ കുറയ്ക്കാനോ നമുക്ക് വ്യവസ്ഥയില്ലാത്തത് കൊണ്ട് ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ പറയുവാനേ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ പാരഗ്രാഫിൽ നമ്മൾ പഠിച്ച 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ജനനം മുതൽ ദൈവം പൗലോസിനെ വിളിച്ച് വേർതിരിച്ചു പുതിയ നിയമ ശുശ്രൂഷയ്ക്കായിട്ട്. ഒന്നാമത്, ജനനത്തിന് മുമ്പേ ദൈവം അവനെ മുന്നറിഞ്ഞു, മുൻ നിയമിച്ചു. രണ്ടാമത്, താൻ നശിപ്പിച്ചുകൊണ്ടിരുന്ന ദൈവസഭയെ, പുതിയ നിയമസഭയെ, ആ പുതിയ നിയമസഭയുടെ വിശ്വാസം പ്രസംഗിക്കുവാൻ തക്കവണ്ണം ദൈവം പൗലോസിനെ കൃപയാൽ വിളിച്ചു. 3, ദൈവം തന്റെ പുത്രനെ പൗലോസിൽ വെളിപ്പെടുത്തി. പൗലോസ് കർത്താവായ യേശു ക്രിസ്തുവിനെ ലോകത്തിനും വെളിപ്പെടുത്തി. എത്ര വലിയൊരു ശുശ്രൂഷയാ അപ്പോസ്തലനായ പൗലോസിൽ കൂടി ദൈവം ചെയ്തത്. ദൈവം തന്റെ പുത്രനെ പൗലോസിന് വെളിപ്പെടുത്തിയപ്പോൾ
ഈ പൗലോസിനെ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ വരച്ചു കാട്ടുവാൻ തക്കവണ്ണം, ഈ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, ഈ പുതിയ നിയമലേഖനങ്ങളിൽ കൂടി, ഹല്ലേലൂയ, ദൈവത്തിന്റെ ദാസന്, പുതിയ നിയമസഭയ്ക്ക് ദൈവം കൊടുത്ത ദൂതുകള്, ഈ വെളിപ്പാടുകള് പകർന്നു തരുവാൻ തക്കവണ്ണം ദൈവം തന്റെ ഭൃത്തിനെ ബലപ്പെടുത്തിയല്ലോ. ഈ പുതിയ നിയമ സത്യങ്ങൾ, നമ്മളെ അറിയിച്ച ഈ സത്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക്, ഹല്ലേലൂയ, എത്തിക്കുവാൻ തക്കവണ്ണം നമുക്കും ശ്രമിക്കാം. അതിനായിട്ട് എല്ലാവരെയും ദൈവത്തിന്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ അധികമായിട്ട് സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലിരിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.